നമ്മളിൽ പലർക്കും ഉണ്ടായ ഒരു അനുഭവം ഇങ്ങനെയായിരിക്കും. നിങ്ങളുടെ കയ്യിൽ 1,00,000 രൂപ ഉണ്ടായിരുന്നു. വെറും ഊഹത്തിന്റെ പുറത്ത്, ആരോ പറയുന്നത് കേട്ട് ചെയ്ത ഒരൊറ്റ ട്രേഡിന്റെ പുറത്ത് അതിന്റെ 70% നഷ്ടപ്പെട്ടു. ഒരുപക്ഷെ ഇത് പലപ്പോഴായിട്ട് സംഭവിച്ചിരിക്കാം, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ടൈം സംഭവിച്ചിരിക്കാം. ഇങ്ങനെ ഒരു ദുരന്തം ഒഴിവാക്കാൻ എന്താണ് വഴി, അല്ലെങ്കിൽ ഈ ഒരു അവസ്ഥയിൽ നിന്ന് കരകയറാൻ എന്ത് ചെയ്യണം? സാധാരണക്കാർക്ക് കിട്ടാത്ത പ്രൊഫഷണൽ ട്രേഡർമാർ മാത്രം ഉപയോഗിക്കുന്ന 3 ടെക്നിക്കൽ സെറ്റപ്പുകളാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുമ്പിലേക്ക് പരിചയപ്പെടുത്തുന്നതിനായിട്ട് എത്തിക്കുന്നത്. ഈ ടെക്നിക്കുകൾ കൃത്യമായിട്ട് പഠിച്ച് അപ്ലൈ ചെയ്താൽ നഷ്ടപ്പെട്ട പണം തിരിച്ചു പിടിക്കാം. മാത്രമല്ല മികച്ച ലാഭമുണ്ടാക്കാം. പിന്നീട് ടെൻഷൻ ഇല്ലാതെ സമാധാനമായിട്ട് ഉറങ്ങാം. അതുകൊണ്ട് ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക. കാരണം അവസാനം നിങ്ങൾക്കായിട്ട് ഒരു സ്മാർട്ട് റിസ്ക് പ്ലാൻ ഞാൻ കാത്തുവച്ചിട്ടുണ്ട്. പോസിറ്റീവ്ലി ഈ വീഡിയോ 2 പാർട്ടായിട്ടാണ് അപ്ലോഡ് ചെയ്യുന്നത്. പാർട്ട് 1ലും പാർട്ട് 2ലുമായിട്ട് വളരെയേറെ ഇൻഫർമേഷൻസ് നിങ്ങൾക്കായിട്ട് കാത്തുവച്ചിട്ടുണ്ട്. അപ്പോൾ വെൽക്കം ടു ദ ഐ ഓപ്പണർ വീഡിയോ ഓഫ് ധനം സ്മാർട്ട് സേവിങ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് സൊല്യൂഷൻ. നമ്മുടെ ഈ ചാനലിൽ നിങ്ങൾക്ക് ശരിയായിട്ട് ലാഭം തരുന്ന, അല്ലെങ്കിൽ ശരിയായ രീതിയിൽ പോസിറ്റീവായിട്ട് മൂവ് ചെയ്യുന്ന അത്തരത്തിലുള്ള സ്റ്റോക്കുകളെയും അല്ലെന്നുണ്ടെങ്കിൽ സ്ട്രാറ്റജികളെ കുറിച്ചും ഒക്കെ പറയാനാണ് ഞാൻ ശ്രമിക്കാറ്. പലപ്പോഴും ഊഹക്കച്ചവടം ഒഴിവാക്കി കൃത്യമായ ഡാറ്റയുടെയും സ്ട്രാറ്റജികളുടെയും ബലത്തിൽ എങ്ങനെ മാർക്കറ്റിൽ നിന്ന് പണം നേടാമെന്നാണ് ഞാൻ പറഞ്ഞു തരാറുള്ളത്. എന്നിരുന്നാലും കൂടുതൽ മികച്ച രീതിയിൽ എങ്ങനെ ഷെയർ മാർക്കറ്റിൽ നിന്ന് പണം നേടാമെന്ന് നമുക്ക് പഠിക്കാം, പരിശോധിക്കാം. നമ്മൾ കുറച്ചുകൂടി സീരിയസ് ആയ വിഷയങ്ങളിലേക്കാണ് കടക്കുന്നത്. സ്വിംഗ് ഹൈ, സ്വിംഗ് ലോ, ഫിനാൻഷ്യൽ ഫിബൊനാച്ചി റിട്രേസ്മെന്റ്, കാൻഡിൽ സ്റ്റിക്ക് കൺഫർമേഷൻ, മൂവിംഗ് ആവറേജുകൾ, വോളിയം, ഇതെല്ലാം ഉപയോഗിച്ച് എങ്ങനെ നിങ്ങളുടെ ഒരു ചെറിയ മുതൽ മുടക്ക്, അല്ലെങ്കിൽ ഒരു 10,000 രൂപ 1,00,000 രൂപ വരെ ആക്കാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടാക്കി എടുക്കാൻ കഴിയും എന്നാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾ റെഡിയാണെന്ന് കരുതുന്നു. അപ്പൊ നമുക്ക് ചാർട്ടുകളിലേക്ക് പോകാം. ദ റിയൽ മാർക്കറ്റ് പ്രോബ്ലം. ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ഓരോ മാസവും ഏകദേശം 15 ലക്ഷത്തോളം പുതിയ ഡിമാറ്റ് അക്കൗണ്ടുകളാണ് തുറക്കുന്നത്. അതായത് ഒരുപാട് പുതിയ ആളുകൾ ഈ ലോകത്തേക്ക് ദിവസവും വരുന്നുണ്ട്. എന്നാൽ ഇതിൽ സങ്കടകരമായ ഒരു സത്യമുണ്ട്. ഈ വരുന്ന പുതിയ ട്രേഡർമാരിൽ 70% പേർക്കും ആദ്യ മാസം തന്നെ അവരുടെ ക്യാപിറ്റലിന്റെ 30% മുതൽ 50% വരെ നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. അപ്പൊ എന്താണ് ഇതിന് കാരണം? പലപ്പോഴും വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ വരുന്ന ടിപ്പുകൾ, ഹോട്ട് ടെലിഗ്രാം കോൾ എന്ന് പറഞ്ഞു വരുന്ന മെസ്സേജുകൾ, അല്ലെങ്കിൽ അടുത്ത ഫ്രണ്ട്സ് പറയുന്ന ഇൻസൈഡർ ന്യൂസ്, ഇത്തരം കെണികളിൽ പോയി വീഴുന്നത് കൊണ്ടാണ് ഈ ഒരു നഷ്ടങ്ങൾ സംഭവിക്കുന്നത്. കയ്യിലെ കാശ് പോകുമ്പോൾ നമ്മൾ മാർക്കറ്റിനെ കുറ്റം പറയും. ഇതൊരു ചതിയാണ്, എന്നെ മാത്രം തോൽപ്പിക്കാൻ നോക്കുകയാണ്, അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ്, അങ്ങനെയൊക്കെ പലതരത്തിലുള്ള കൺഫ്യൂഷൻസ് നമുക്കുണ്ടാവും. പക്ഷെ സത്യം പറഞ്ഞാൽ മാർക്കറ്റിനല്ല തെറ്റ് നമ്മുടെ ഭാഗത്താണ്. നമ്മുടെ എൻട്രി എവിടെയായിരിക്കണം, എക്സിറ്റ് എവിടെയായിരിക്കണം, ഓരോ ട്രേഡിലും എത്ര പണം ഉപയോഗിക്കണം, ഇതിനെക്കുറിച്ചൊക്കെയുള്ള അറിവില്ലായ്മയാണ് യഥാർത്ഥ പ്രശ്നം. അതുകൊണ്ട് തന്നെ ഇവിടെ ഡേറ്റയുടെ പിൻബലമുള്ള കൃത്യമായ കണക്കുകളുടെ അടിസ്ഥാനത്തിലുള്ള ട്രേഡിംഗ് സെറ്റപ്പുകൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ്. ഊഹങ്ങൾക്കും അപ്പുറം വ്യക്തമായ സ്ട്രാറ്റജികളിലൂടെ എങ്ങനെ മുന്നോട്ട് പോകാമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏറ്റവും ആദ്യമായിട്ട് ഫൗണ്ടേഷൻ ഫസ്റ്റ്. സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് സ്ഥിരമായിട്ട് പണം സമ്പാദിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഒരു എഡ്ജ് കൂടിയേ തീരൂ. എന്താണ് ഈ എഡ്ജ്? സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നിങ്ങളുടെ ട്രേഡിംഗ് വിജയിക്കാനുള്ള സാധ്യത 60% മുകളിലായിരിക്കണം. അതായത് എടുക്കുന്ന 10 ട്രേഡിൽ 6 എണ്ണമെങ്കിലും ലാഭത്തിലായിരിക്കണം. അതിനായിട്ട് ഒരുപാട് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ടൂളുകളോ അല്ലെങ്കിൽ ഇൻഡിക്കേറ്ററുകളോ ഒന്നും ആവശ്യമില്ല. നമുക്ക് വെറും 3 ബേസിക് ടൂൾസ് മാത്രം മതി. ഒന്നാമത്തേത് മൂവിംഗ് ആവറേജ് ആണ്, 20 and 50. ഈ ടൂൾ ഉപയോഗിച്ച് മാർക്കറ്റിന്റെ ട്രെൻഡ് എങ്ങോട്ടാണെന്ന് നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ തന്നെ RSI, റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡെക്സ്, ബേസിക്കലി ഇത് 14 ആണ് സെറ്റ് ചെയ്യുക. ഈ ഒരു ഇൻഡിക്കേറ്റർ ഒരു സ്റ്റോക്ക് ഓവർബോട്ട് ആണോ ഓവർസോൾഡ് ആണോ എന്ന് കാണിച്ചു തരും. ഇത് റിവേഴ്സൽ പോയിന്റുകൾ കണ്ടെത്താൻ സഹായിക്കും. മൂന്നാമതായിട്ട് വോളിയം. ട്രേഡിംഗിൽ എത്രത്തോളം ഓഹരികൾ കൈമാറ്റം ചെയ്യപ്പെടുന്നുണ്ട് എന്ന് വോളിയം നോക്കി മനസ്സിലാക്കാം. അപ്പോൾ ഇതൊരു നീക്കത്തിന് പിന്നിലെ ശക്തി എത്രയുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കി തരും. ഫേക്ക് ബ്രേക്ക്ഔട്ടുകൾ ഒഴിവാക്കാനും സഹായിക്കും. അപ്പോൾ ഈ 3 ടൂളുകൾ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വിംഗ് ട്രേഡിംഗും ഇൻട്രാഡേ ട്രേഡിംഗും എല്ലാം എളുപ്പത്തിൽ ചെയ്യാൻ കഴിയും. മൂവിംഗ് ആവറേജ്, ക്രോസ് ഓവർ നോക്കി മാർക്കറ്റ് ട്രെൻഡ് എങ്ങോട്ടാണെന്ന് മനസ്സിലാക്കാം. RSI ഉപയോഗിച്ച് ഒരു സ്റ്റോക്ക് എപ്പോഴാണ് തിരിഞ്ഞു വരാൻ സാധ്യതയുള്ളതെന്ന് മനസ്സിലാക്കാം. കൂടാതെ ഒരു വോളിയം സ്പൈക്ക് കൂടി കണ്ടു കഴിഞ്ഞാൽ ആ ഒരു മൂവ്മെന്റ് കറക്റ്റ് ആണോ, അല്ലെങ്കിൽ ഒരു തൽക്കാലത്തേക്കുള്ള ഒരു മൂവ്മെന്റ് ആയിട്ട് ഒരു ഫേക്ക് ബ്രേക്ക്ഔട്ട് പോലെ എന്തെങ്കിലും ആണോ എന്നുകൂടി നമുക്ക് ഉറപ്പാക്കാൻ കഴിയും. അപ്പൊ സിമ്പിൾ അല്ല. ഇനി നമുക്ക് ഈ ടൂളുകൾ എങ്ങനെ കൃത്യമായിട്ട് ഉപയോഗിക്കാമെന്ന് യഥാർത്ഥ സെറ്റപ്പുകളിലേക്ക് കടക്കാം. സെറ്റപ്പ് 1, ഫിബൊനാച്ചിയും ട്രെൻഡ് ലൈനും കൂടെ ചേർത്തിട്ടുള്ള ഒരു ട്രിക്കാണ് നമ്മുടെ ആദ്യത്തെ സെറ്റപ്പ്. ഫിബൊനാച്ചിയിലെ 38.2% അല്ലെങ്കിൽ 50, 61.8 എന്നീ ലെവലുകൾ നമ്മുടെ ഗോൾഡൻ ലെവലുകളാണ്. എന്തുകൊണ്ടാണ് ഇവ ഗോൾഡൻ ലെവലുകളായിട്ട് പറയാൻ കാരണം? വലിയ മാർക്കറ്റ് നീക്കങ്ങൾക്ക് ശേഷം വില പലപ്പോഴും ഈ ഒരു ലെവലുകളിൽ തന്നെ തട്ടി തിരിച്ചു പോകാറുണ്ട്. ഇതൊരു മാന്ത്രിക സംഖ്യയല്ല, മറിച്ച് മാർക്കറ്റിലെ ഭൂരിഭാഗം ട്രേഡർമാരും ഈ ലെവലുകൾ ശ്രദ്ധിക്കുന്നത് കൊണ്ട് ഇവിടെ ധാരാളം ഓർഡറുകൾ വരികയും ആ ഒരു വിലയ്ക്ക് ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ ഒരു റെസിസ്റ്റൻസ്
ലഭിക്കുകയും ചെയ്യുന്നു. ആദ്യം നമ്മളൊരു പ്രധാനപ്പെട്ട സ്വിംഗ് ഹൈയിൽ നിന്ന് സ്വിംഗ് ലോയിലേക്ക് അല്ലെങ്കിൽ തിരിച്ചു ഒരു ട്രെൻഡ് ലൈൻ വരയ്ക്കുക. അതിനുശേഷം വില ആ ട്രെൻഡ് ലൈനിലേക്ക് തിരികെ വരുമ്പോൾ, അതായത് പുൾ ബാക്ക് ആണ് ഉദ്ദേശിക്കുന്നത്, ഈ ഒരു ഫിബൊനാച്ചി ലെവലുകൾ ഏതെങ്കിലും ലെവലുമായിട്ട് ഒത്തുചേരുന്നുണ്ടോ എന്ന് നോക്കുക. അതായത് ട്രെൻഡ് ലൈനും ഫിബൊനാച്ചി ലെവലും ഒരുമിച്ച് വരുന്ന ഒരു കൺഫ്ലുവൻസ് പോയിന്റ്, അങ്ങനെ ഒരു പോയിന്റ് നമുക്ക് കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും എൻട്രി എടുക്കാൻ പറ്റുന്ന ഒരു പോയിന്റ് ആണ്. എക്സാമ്പിളിന് വേണ്ടിയിട്ട് ഈ ഒരു ഏരിയ ഞാൻ ഇവിടെ ഇങ്ങനെ ചാർട്ടിൽ മാർക്ക് ചെയ്ത് തരുന്നുണ്ട്. ഇത് നമുക്കൊരു കറക്റ്റ് എൻട്രി പോയിന്റ് ആയിട്ട് കണക്കാക്കാം. ഈ രണ്ടാമത്തെ സെറ്റപ്പ് വളരെ സിമ്പിൾ ആണ്, എന്നാൽ പവർഫുൾ ആണ്. ജാവയല്ല, 20-day മൂവിംഗ് ആവറേജ്, 50-day മൂവിംഗ് ആവറേജ്, 20-day മൂവിംഗ് ആവറേജ്, 50-day മൂവിംഗ് ആവറേജിനെ ഒരു വലിയ വോളിയം സ്പൈക്കിനൊപ്പം ക്രോസ് ചെയ്യുന്നതാണ് ഈ ഒരു സ്ട്രാറ്റജി. ട്രെൻഡ് റിവേഴ്സലുകൾ കണ്ടെത്താൻ സഹായിക്കുന്ന വളരെ നല്ല ഒരു ക്ലാസിക് സെറ്റപ്പ് ആണ്. ഒരു സ്റ്റോക്കിന്റെ ഡെയിലി ചാർട്ടിൽ 20 MA ലൈൻ 50 MA ലൈനിനെ താഴെ നിന്ന് മുകളിലേക്ക് ക്രോസ് ചെയ്യുമ്പോൾ അതൊരു ബുള്ളിഷ് സിഗ്നൽ ആണ്. അതുപോലെ തന്നെ സ്റ്റോക്ക് ഇനി മുകളിലേക്ക് പോകാൻ സാധ്യതയുണ്ടെന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഈ ഒരു ക്രോസ് ഓവർ നടക്കുമ്പോൾ അന്നത്തെ വോളിയം കഴിഞ്ഞ 20 ദിവസത്തെ ശരാശരി വോളിയത്തേക്കാൾ കൂടുതലാണോ എന്നും നമുക്ക് നോക്കേണ്ടതുണ്ട്. വോളിയം കൂടുതലാണെങ്കിൽ ആ ഒരു മൂവ്മെന്റ് ശക്തമാണെന്ന് നമുക്ക് ഉറപ്പിക്കാം. അപ്പോൾ നമുക്കൊരു ലോങ് ട്രേഡ് എടുക്കാനുള്ള ഒരു സെറ്റപ്പ് അവിടെ റെഡിയാണ് എന്ന് തന്നെ കരുതാം. ഇനി നേരെ തിരിച്ചാണെങ്കിലോ 20 മൂവിംഗ് ആവറേജ് 50 മൂവിംഗ് ആവറേജിനെ മുകളിൽ നിന്ന് താഴേക്ക് കട്ട് ഡൗൺ ചെയ്യുമ്പോൾ അതൊരു ബിയറിഷ് സിഗ്നൽ ആയിട്ടാണ് കണക്കാക്കുന്നത്. സ്റ്റോക്ക് താഴേക്ക് പോകാനാണ് സാധ്യത. ഇവിടെ വോളിയം കൺഫർമേഷൻ വളരെ പ്രധാനമാണ്. വോളിയം കൂടുതലാണെങ്കിൽ നമുക്ക് ഷോർട്ട് പോകാം, അതായത് സ്റ്റോക്ക് വിൽക്കാം. ഫ്യൂച്ചേഴ്സ് അല്ലെങ്കിൽ ഓപ്ഷൻസ് ആണ് ഇതിന് സാധാരണയായിട്ട് ഉപയോഗിക്കാറുള്ളത്. ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു ഉദാഹരണം ഈ ഒരു ടാറ്റ മോട്ടോഴ്സിന്റെ ഈ ഒരു ചാർട്ടിൽ നിങ്ങൾക്ക് ഈ ഒരു മാർക്കിംഗ് ഞാനിവിടെ കാണിച്ചു തരുന്നത് എങ്ങനെയാണ്. ഇതൊരു എൻട്രി പോയിന്റ് ആയിട്ട് നമുക്കിവിടെ കണക്കാക്കാം. ഇങ്ങനെയുള്ള സെറ്റപ്പുകൾ എല്ലാ ദിവസവും കിട്ടണമെന്നില്ല, പക്ഷെ മാസത്തിൽ 1-2 തവണയെങ്കിലും ഇത് വരാറുണ്ട്. എല്ലാ ആഴ്ചയിലും നിങ്ങളുടെ വാച്ച് ലിസ്റ്റിലുള്ള സ്റ്റോക്കുകൾ സ്കാൻ ചെയ്താൽ മാത്രം മതി. ഒരു പ്രൊഫഷണൽ ടിപ്പ് കൂടി നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. മൂവിംഗ് ആവറേജിന്റെ ആ ഒരു ഡിഗ്രി 20 ഡിഗ്രിക്ക് മുകളിലാണെങ്കിൽ മൊമെന്റം വളരെ ശക്തമാണെന്ന് മനസ്സിലാക്കാം. എന്നാൽ 10 ഡിഗ്രിക്ക് താഴെയാണെങ്കിൽ അനാവശ്യ ട്രേഡുകൾ ഒഴിവാക്കുന്നതാണ് നല്ലത്. ഇത് മികച്ചൊരു ട്രെൻഡ് ഫോളോയിങ് സ്ട്രാറ്റജിയാണ്. നമ്മുടെ മൂന്നാമത്തെ സെറ്റപ്പാണ് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ഫ്ലിപ്പും കാൻഡിൽ സ്റ്റിക്ക് കൺഫർമേഷനും ഒരുമിച്ച് ഉപയോഗിക്കുന്നതാണിത്. കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ഇൻട്രാഡേ സ്ട്രാറ്റജിയാണ്, പക്ഷേ റിസൾട്ട് വളരെ ഗംഭീരമാണ്. എന്താണ് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ഫ്ലിപ്പ്? ഒരു സ്റ്റോക്കിന്റെ വില ഒരു പ്രധാനപ്പെട്ട സപ്പോർട്ട് ലെവൽ ബ്രേക്ക് ചെയ്ത് താഴെ ക്ലോസ് ചെയ്യുമ്പോൾ ആ ഒരു പഴയ സപ്പോർട്ട് ലെവലിൽ പുതിയ ഒരു റെസിസ്റ്റൻസ് ആയിട്ട് മാറും. അതുപോലെ ഒരു റെസിസ്റ്റൻസ് ലെവൽ ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് ക്രോസ് ചെയ്യുമ്പോൾ ആ പഴയ റെസിസ്റ്റൻസ് പുതിയൊരു സപ്പോർട്ട് ലെവലായിട്ട് മാറും. ഇതിനെയാണ് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ഫ്ലിപ്പ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിനായിട്ട് ബാങ്ക് നിഫ്റ്റിയുടെ ഒരു 50 മിനിറ്റ് ചാർട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു റെസിസ്റ്റൻസ് വീണ്ടും സപ്പോർട്ടായി മാറുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും. വില ഈ ലെവലിൽ ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോയ ശേഷം ചെറിയൊരു പുൾ ബാക്ക് അല്ലെങ്കിൽ തിരിച്ചുവരവ് തരുന്നു. ഈ പുൾ ബാക്കിൽ കറക്റ്റ് ആയിട്ട് ഇതേ സെയിം പോയിന്റിലാണ് ആ ഒരു സപ്പോർട്ട് എടുക്കുന്നത് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഒരു ഹാമർ കാൻഡിൽ സ്റ്റിക്ക് പാറ്റേൺ രൂപപ്പെട്ടത് അതോടൊപ്പം നമുക്ക് കാണാൻ കഴിഞ്ഞു. RSIയിൽ ഒരു ബുള്ളിഷ് ഡൈവേർജൻസും കണ്ടു. ഈ 3 കൺഫർമേഷനും ഒരുമിച്ചപ്പോൾ നമുക്ക് ഇവിടെ ഒരു നല്ല എൻട്രി പോയിന്റ് ലഭിക്കുകയും ചെയ്തു. നമ്മൾ ഇവിടെ നിന്ന് നമ്മുടെ ആ ഒരു ടാർഗറ്റ് ലെവൽ നെക്സ്റ്റ് സപ്പോർട്ട് നമ്മൾ മാർക്ക് ചെയ്ത് ടാർഗറ്റ് ഫിക്സ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇതൊരു ഇൻട്രാഡേ ട്രേഡ് ആയതുകൊണ്ട് റിസ്ക് മാനേജ്മെന്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങളുടെ മൊത്തം ക്യാപിറ്റലിന്റെ 1% മാത്രമേ ഒരു ട്രേഡിൽ റിസ്ക് ചെയ്യാൻ പാടുള്ളൂ. ഉദാഹരണത്തിന് നിങ്ങളുടെ കയ്യിൽ 5 lakhs ഉണ്ടെങ്കിൽ ഓരോ ട്രേഡിലും 5000 രൂപയിൽ കൂടുതൽ നഷ്ടം വരാതെ നോക്കണം എന്നാണ്. സ്റ്റോപ്പ് ലോസ് 250 പോയിന്റ് ആണെങ്കിൽ നിങ്ങളുടെ ക്വാണ്ടിറ്റി ലോട്ടുകളുടെ എണ്ണം അതിനനുസരിച്ച് ക്രമീകരിക്കണം. പിൻ ബാർ, എൻഗുൾഫിംഗ്, ഇൻസൈഡ് ബാർ അതൊക്കെ പോലെയുള്ള കാൻഡിൽ സ്റ്റിക്ക് പാറ്റേണുകൾ ഈ ഒരു സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ഫ്ലിപ്പിനെ സ്ഥിരീകരിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പവർഫുൾ ടൂളുകളാണ്. ഇവയെല്ലാം ചേർന്ന് ഉപയോഗിക്കുമ്പോൾ വിജയ സാധ്യത 10 മടങ്ങായിട്ട് വർദ്ധിക്കുകയും ചെയ്യും. അപ്പോ നമ്മുടെ പാർട്ട് 1 ഇതോടുകൂടി അവസാനിക്കുകയാണ്. ഇനി നമുക്ക് പാർട്ട് 2ലേക്ക് പോകാം. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഈ ഒരു പാർട്ട് 1ൽ 3 സ്ട്രാറ്റജികളെ പറ്റി പഠിച്ചു. ഇതിന്റെ 2-3 എക്സാമ്പിൾസ് കൂടി ഞാൻ കണ്ടെത്തിയത് ഞാൻ ഒരു PDF ഫയലായിട്ട് സേവ് ചെയ്തിട്ടുണ്ട്. അത് ഓരോന്നും ഏതൊക്കെ സ്ട്രാറ്റജികളാണെന്ന് ഞാൻ മാർക്ക് ചെയ്തിട്ട് ഇവിടെ ഇടുന്നുണ്ട്. നിങ്ങൾ ജസ്റ്റ് PDF എന്ന് കമന്റ് ചെയ്താൽ ഞാൻ ഈ എക്സാമ്പിൾസ് ഒക്കെ നിങ്ങൾക്ക് ഒരു PDF ഫയലായിട്ട് സേവ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു എക്സാമ്പിൾസ് ഞാൻ ഫോർവേഡ് ചെയ്ത് തരാം. അപ്പൊ നിങ്ങൾക്ക് അത് തീർച്ചയായിട്ടും നല്ല ബെനിഫിറ്റഡ് ആയിരിക്കും. സ്റ്റോക്ക് മാർക്കറ്റിലെ ന്യൂസുകളെയും അതുപോലെ തന്നെ അപ്ഡേറ്റുകളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പ് നമുക്കുണ്ട്. ആ ഒരു ഗ്രൂപ്പിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ്. താല്പര്യമുള്ളവർക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസുകൾ നമ്മൾ അതിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. വളരെ ഇൻഫോർമേറ്റീവ് ആയിരിക്കും. അപ്പൊ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇതുവരെ ഇഷ്ടമായെന്ന് കരുതുന്നു. തീർച്ചയായിട്ടും ഒരു ലൈക്കും ഷെയറും കമന്റും ഒക്കെ കൊണ്ട് നമ്മളെ കൂടുതൽ മോട്ടിവേറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത പാർട്ട് 2ൽ കാണാം. ബൈ.